ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെ ലൈഫിലെ ഫസ്റ്റ് ടെൻറ്റ് എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടുള്ളൊരു രാവിലെയാണ് കേട്ടത്. ഇത് നമ്മുടെ മൂന്നാറിലുള്ള പൂപ്പാറയിലാണ് നമ്മൾ ഈ ഒരു സ്ഥലം വന്നിട്ടുള്ളത്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്, കാരണം വീഡിയോൻ്റെ ആദ്യമേ പറയുന്നതിൻ്റെ കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. രാത്രി ഞങ്ങൾക്ക് ഈ ഒരു വ്യൂ ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ രാവിലത്തെ ഒരു 8:30 നേരത്തെ ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഒരു 6:30 നേരത്തൊക്കെ നല്ല കോടയായിരിക്കും കേട്ടോ, ഭയങ്കര തണുപ്പുമാണ്. അപ്പം ഈ ഫസ്റ്റ് ടെൻറ്റിലാണ് ഞങ്ങൾ കിടന്നിട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ അച്ഛനും മോളൊന്ന് പുറത്തിറങ്ങി സവാരി കഴിഞ്ഞിട്ട് എത്തിച്ച് നോക്കുകയാണ് കേട്ടോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. ഞാനാണെങ്കിൽ ഭയങ്കര ഫ്രീസായിട്ട് ഇരിക്കുകയായിരുന്നു ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ. ഹലോ ഗൈസ്, ഞാൻ ഈ ഷെഡിൻ്റെ ഉള്ളിൽ നല്ല വ്യൂ ആണ്. നമുക്കുണ്ടല്ലോ 6 മണിക്ക് ട്രക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ആണുങ്ങളൊക്കെ പോകാൻ നമുക്ക് എന്തായാലും പോകാൻ പറ്റില്ല, കാരണം നമുക്കിങ്ങനെ 2 കിലോമീറ്റർ അങ്ങോട്ടും 2 കിലോമീറ്റർ ഇങ്ങോട്ടും നടക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട സംഭവമാണ്. നമ്മൾ ജീപ്പ് സവാരി അല്ല. അപ്പോൾ പിള്ളേരെല്ലാവരുടെ അടുത്തിട്ട് നമുക്ക് പോസിബിൾ അല്ലല്ലോ. ഇവർ 3 ആളുകൾ പോകാതെ വിചാരിച്ചത്. പക്ഷെ നിഖിലിന് ചെറുതായിട്ട് കണ്ണിനൊരു പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് പോകാണ്ടിരുന്നത്. ഇപ്പോഴത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ പുഴയുണ്ട്. അയ്യോ, ഞാൻ വിറയ്ക്കുന്നു. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ലവന്മാരും എണീറ്റിട്ടില്ല. നമ്മുടെ പിള്ളേരും കാശിയും ബാറും എണീറ്റിട്ടുണ്ട്. എന്തിരുന്നാൽ പോലും ബാക്കിയുള്ളവരെ എണീറ്റിട്ടില്ല. നമ്മളിവിടെ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഈ നമ്മൾ കുട്ടികളായിട്ട് വരുമ്പോഴത്തെ ഒരു പ്രശ്നം, നമുക്ക് ഈ ട്രക്കിങ്ങൊക്കെ പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. നടക്കണ്ടേ, അത്രയും നടന്നു പോകണ്ട, ഇത്രയും പിള്ളേരെ വെച്ചാൽ അത് ഞങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ട്. പക്ഷെ അത് മിസ്സാക്കി കളഞ്ഞു. പക്ഷെ നിഖിലിനും കണ്ണിന് എന്തോ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്, അതാ പോകാനത്. അല്ലെങ്കിൽ അവർ എന്തായാലും നടക്കാൻ പോകണം എന്നൊക്കെ കംപ്ലീറ്റ് പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. പിന്നെ ഇവിടെ വേറൊരു സ്പേസിൽ തണുപ്പിച്ച് പറ്റില്ല, മറ്റേ മേലെ നിൽക്കുമ്പോൾ താഴെ ഇങ്ങനെ മേഘങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്പേസ്. ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നു. അത് നമുക്കിവിടെ കാണാൻ പറ്റും. മീൻസ് ഇവിടെ നിന്ന് പോവാം, ഇവിടെ അടുത്താണ്. അത് നമുക്ക് ജീപ്പ് സവാരിയിൽ പോകാൻ പറ്റും. പക്ഷെ ഫാമിലി ആയാലും നമുക്കിവിടെ നിന്ന് വൈബ് ചെയ്ത് അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു സ്പേസാണ്. ഞാനിപ്പോൾ എന്തായാലും ലവന്മാരൊന്ന് വിളിക്കട്ടെ. ചിക്കു, അത് എണീറ്റ് എനിക്ക് എവി കുട്ടി ഉറങ്ങിക്കോട്ടെ. നിങ്ങൾ രണ്ടാളും എണീറ്റേ. അവൾക്ക് പോയേ നിഖിലേ കീത്തു രണ്ടാളും എനിക്ക്. നമുക്കിവിടെ സഹായത്തിനോട് 2 പേരുണ്ട്, 3 പേരുണ്ട് ഗൈസ്. അപ്പം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളും ഇഡ്സൊക്കെ ഉണ്ടെങ്കിൽ അവർ ചെയ്ത് തന്നോളും. ഓ മൈ ഗോഡ്, ഇവിടുത്തെ വ്യൂ നോക്കൂ. ഇന്നലെ രാത്രി ഇവിടെ ഫുള്ള് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഫുള്ള് ലൈറ്റ് സെറ്റപ്പായിരുന്നു ഇവിടെ. അതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ എന്താ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മലയൊക്കെയാണ് നമുക്ക് അറിയരുത്. ഇവിടുത്തെ കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ചേട്ടാ ഗുഡ് മോർണിംഗ്. ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നേ. ഓ അത് കുറെ നേരമായി ഉറങ്ങിയപ്പോ. ഹായ്
കുഞ്ചി അല്ലി കുഞ്ചു വാടി കല്ലി അവിടെ കല്ലി വാടി ആറ്റി നന്നി തണുക്കും കേട്ടോ അന്നി ചുണ്ടിങ്ങനെ കറുത്തിരിക്കും. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം ഒന്നും പുറത്തിറങ്ങാൻ നിന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ തീരുമാനം മാറ്റിയിട്ടുണ്ടായിരുന്നു, ട്രക്കിങ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം. ഞങ്ങൾ വിചാരിച്ചിരുന്നത് വെളുപ്പിന് മാത്രം പോകാൻ പറ്റുള്ളൂ എന്നാണ്. വെളുപ്പിന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സൺസെറ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റും. ഇത് നമുക്ക് സവാരിയാണ്, അതായത് മലയും കുന്നും കയറി കാടുകൾ അങ്ങോട്ട് കയറി ഇറങ്ങാം, ഈ ഒരു സംഭവമാണ്. അപ്പോൾ ഭയങ്കര ഉഷാറോടെ നമ്മൾ നടക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ 3 ചെക്കന്മാരെ നമ്മൾ പറഞ്ഞയച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ കൊടുക്കാം. നല്ലൊരു അഡ്വെഞ്ചർ ട്രക്കിംഗ് ആയിരുന്നു എന്ന് അവർ പറഞ്ഞത്. ഞങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു വലിയ വിഷമമുണ്ട് ഞങ്ങൾക്ക്. ആ ഒരു മേഘങ്ങളൊക്കെ ചില സമയങ്ങളിൽ ഫുള്ള് നമ്മൾ ഈ ടെൻറ്റിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നതാണ് പറഞ്ഞത് കേട്ടോ. പക്ഷെ നമുക്കത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായില്ല. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ ഉള്ളവർക്ക് ഉണ്ടാവാറുണ്ട്. ഞങ്ങളുടെ ചെറിയ രീതിയിലുള്ള ഒന്ന് കാട്ടി പോയിട്ടില്ല വെച്ചിട്ടുണ്ട്. ചിക്കു ചെയ്യണ്ടപ്പോ ഐഡി തോന്നിട്ട് തോർത്തെടുത്ത് കെട്ടിയതാ. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ശിവണ്ണനുണ്ട്. ശിവണ്ണൻ്റെ ഫ്രണ്ടിൽ പോയി കൂടി കാണിക്കൂ. ശിവണ്ണ ഹായ് പറയും. ഓക്കെ ഓക്കെ, അടിപൊളി നൈസ് വ്യൂ ആണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഗൈസ്. കണ്ടോ, ഞങ്ങളിത് ഇനി ടോപ്പിലേക്ക് ഇപ്പോൾ പോവും. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാട്ടിക്കൂടെയുള്ള യാത്രകളാണ്. പോവാം, ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം. Oh, super. ഓ അത് മറ്റേ ഡാമിന് വേണ്ടി കെട്ടിയെടുത്തിരിക്കണല്ലോ ഉണ്ടല്ലോ. ഓക്കെ, ഓ ഞാൻ എടുക്കണ്ട്. ഇങ്ങനത്തെ സ്ഥലത്ത് ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടായിരിക്കുമല്ലോ വെള്ളം ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന വേറെ ആണ്. ഓ ആ ചക്കക്കൊമ്പൻ അരിക്കൊമ്പൻ അങ്ങനെയൊക്കെയാണല്ലോ. ഓ അപ്പൊ അരിക്കൊമ്പൻ തട്ടി കളഞ്ഞ ഗൈസ്. സൂപ്പർ. ഹരിക്കൊമ്പനൊന്നും പറഞ്ഞയച്ചുണ്ടല്ലോ. ആ അങ്ങകലെ സൂര്യനിരിപ്പു അല്ലേ. ഓ ഫുള്ളല്ല, പിള്ളേരെ കൊണ്ടുവരാൻ നന്നായി. അല്ല അത് ഈ പുല്ലല്ല, അത് വേറെ ഉള്ളത്. ഇത് മറ്റേ ഇതാ പറയാം. യെസ്, സൂര്യനെ കണ്ടു. ഇഞ്ചിപ്പുല്ലല്ലേ? മറ്റേ തൈലപ്പുല്ല്. കിറുങ്ങോ ഞാൻ. യെസ്, അടിപൊളി. പേട ഷോട്ട് ഇട്ടാ അല്ലേ, നൈസ്. ഈ പുല്ലല്ലേ എടുത്തേ കുറച്ച്. കണ്ടു കണ്ടു കാണണ്ടായ സൂര്യനെ കണ്ടു. രാവിലെ 6 മണിക്ക് കറക്റ്റ് ആയിട്ട് കാണാം. കുറച്ചു നേരം മാനുകൾ കിടന്നു പറഞ്ഞു ഇവിടെ. ഓ ഓ ആ ഇവിടേക്ക് ഉണ്ട്, കാൽപ്പാടൊക്കെ ഉണ്ട് അതിൻ്റെ അല്ലേ. ഇതാണ് മെയിൻ റോഡ്, നമ്മൾ തമിഴ്നാട് പോകുന്ന റോഡ്. ഓ
നമ്മളെ മറ്റേ മുത്തുവിന്റെ കടയൊക്കെ അവിടെ ഇരുന്നുണ്ടല്ലോ. മുത്തുവിന്റെ കട ഇത് ബിൽഡിംഗ് ആണെന്നില്ലേ, അതിന്റെ തൊട്ട് ഇപ്പുറത്താണ്. അവിടെയാണ് ഡാം ഉള്ളത്, ആനകൾ ഡാം. പിന്നെ മൂന്നാർ, ദേവികുളം, മൂന്നാർ, ചിന്നക്കടല്, മൂന്നാർ. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വരാൻ ചാൻസ് ഇല്ല. അല്ല ഗേസ്, ഇനി ഇത് ഞങ്ങൾ ഇറങ്ങണ്ടേന്ന് ആലോചിക്കുമ്പോഴാ. സൂപ്പർ. അവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. രണ്ടെണ്ണം ഉണ്ട്, അതിന്റെ അപ്പുറം ഉണ്ട്. സ്പോട്ട് കിട്ടി കിട്ടി കിട്ടിയോ? കിട്ടി കിട്ടി കിട്ടി. നോക്കിക്കണട്ടാ. അല്ല, മൂന്നെണ്ണം ഞാൻ പറഞ്ഞില്ല. അയ്യോ അവരങ്ങൾ പോവാണ്. അതെ വരുന്നുണ്ട്. റോഡ് ആണോ? ശരി, വഴിയുണ്ട്. അതാണ് അതിർത്തി. ഭാഗ്യനക്ക് അമ്മീ. പാറപ്പുറത്തെ പൂന്തോട്ടം. ആരും വെള്ളം ഒഴിക്കുന്ന അതെ അതെ അതെ. ഇപ്പൊ 2 ആഴ്ച 10-20 ദിവസമായി. അപ്പേ അധികം നേരം ഇരിക്കണ്ട ഇവിടെ. ഇപ്പൊ ഇല്ല 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 ഇല്ല. ആനുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. മെസ്സേജ് വരും. അവിടെ ഫോറസ്റ്റ് ഓഫീസ്. എന്ത് കേട്ടോ കണ്ടോ കണ്ടോ, ആന ചവിട്ടി കൂട്ടിയിട്ടിരിക്കുന്നു, അപ്പിട്ട് ചെയ്യുന്നു. ഫോറസ്റ്റ് ഓഫീസിൽ അവിടെ. അപ്പൊ കുഴപ്പമില്ല. ഇവിടെ ഈ നാട്ടുകാർക്ക് മൊത്തം മെസ്സേജ് വരും. ഇതെല്ലാരും നോക്കിക്കണ കേറുന്നില്ലേ? നീയാണല്ലോ ഫ്രണ്ടിൽ നടക്കാറ്. ഇത് നല്ല സാധനം. അത് ഇത് മരുന്ന് പറ്റില്ല, ഇതിൻ്റെ അകത്ത് ഉണ്ട്. പക്ഷെ ഈ മരുന്ന് കറക്റ്റായിട്ട് ഇതിൻ്റെ അടുത്ത് അടിച്ചാൽ കണ്ടല്ലോ, ഇതിൻ്റെ അകത്തൊക്കെ വരില്ല. അത് കണ്ടോ, ഇതാണ് മരുന്നിൻ്റെ പ്രശ്നം. അപ്പൊ ഇത് നമ്മൾ മാർക്കറ്റിൽ പോകുന്ന റേറ്റ് കുറയും. ഇപ്പൊ 2500 വെച്ചോ, ഇത് 2100 അങ്ങനെയൊക്കെ മേടിക്കും. ശരിയല്ലായിട്ടാ ചൊറിയാണ് അങ്ങനെയൊക്കെ പറയും. ഇതിന് ആ കായ്ക്ക് ഇച്ചിരി വരും, അപ്പൊ വെയിറ്റ് കൂടും. അതിന് വെയിറ്റ് കൂടും. ഇത് കുറേ ഏലക്കായാണ് കേട്ടോ. ട്രക്കിങ്ങിന് പോകുന്ന ഇടയിലുള്ള കുറേ നല്ല നൈസായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിഖിൽ എനിക്ക് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. ഒപ്പം നിങ്ങൾക്കും അവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്, പക്ഷെ അവർക്ക് ഓൾറെഡി ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ആനപ്പിണ്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ മാനെ കണ്ടു. പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് അവിടെ ഉള്ളത്. എന്താ പറയുക, കുറേ ചെറുപ്പക്കാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും അടിച്ചു പൊളിക്കാം. ഇത്രയും മനോഹരമായ കാലാണെന്ന് നോക്കി. എടാ, അട്ട കടിച്ചു അഭിമാനിക്കാം, വേറെ ആരെയും കടിച്ചില്ല. ട്രാവൽ ചെയ്ത് നിന്നെ അട്ട കടിച്ചു. ട്രക്കിംഗ് പോയാലും അട്ട കടി അത് നിർബന്ധ.
കണ്ട വീഡിയോ കണ്ടോ എല്ലാവരും ഓ ഗൈഷ് അട്ട സൈഡിൽ ഇരുന്ന് കടിച്ചിട്ടുള്ളു. നമ്മുടെ ചെക്കന്മാർ അടിയിലേക്ക് എത്തിയപ്പോഴത്തേനും ഇവരെത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ റെഡി ആയത് കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുള്ള ഇഡലിയും സാമ്പാറും ചമ്മന്തിയായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അത് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ അവർ നല്ല ചൂട്ടോടെയാണ് കേട്ടോ നമുക്ക് തരാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഇവരിവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, ടേസ്റ്റ് ഇത്തിരി വ്യത്യാസമാണ് നമ്മുടേതിനെ അപേക്ഷിച്ച്. നല്ല പൊടിയിഡലി പോലെ ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഇഡലിയായിരുന്നു. ഞങ്ങൾ ആദ്യം തന്നെ വന്നിട്ട് ഭക്ഷണം കഴിക്കുക ചെയ്തത്. ഇവർ ട്രക്കിങ്ങിന് പോണേക്കാൾ മുമ്പ് ഞങ്ങൾക്ക് ഇവിടെ നിയറസ്റ്റ് ഒരു ഷോപ്പിൽ നിന്ന് കുറച്ച് കുട്ടി ഐറ്റംസ് സ്നാക്സുകൾ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. കാരണം പിള്ളേരുള്ളത് കൊണ്ട് കേട്ടോ. പക്ഷെ ശരിക്കും ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ മൂടി പുതച്ച് കിടന്ന് ഉറങ്ങാനാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായി. ഇനി നമുക്ക് വേറൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അത് വേറൊന്ന് ഈ പറഞ്ഞ പോലെ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പാണിത്. അപ്പോൾ നമുക്ക് കുറച്ച് സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ചെയ്യേണ്ടതുള്ളത്. നമ്മുടെ കയ്യിൽ കുട്ടികൾ ഉള്ളത് കൊണ്ട് മാത്രം നമുക്ക് അമ്മേ എന്നൊരു ഫീല് വന്നെന്നുള്ളൂ. അതല്ല ഈ ജസ്റ്റ് കപ്പിൾസായിട്ടും അല്ലാണ്ട് ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് പോകുമ്പോൾ അടിപൊളിയാണ് ഗൈസ്. ഇവിടെ എന്താ പറയുക, കുറേ വെള്ളച്ചാട്ടമൊക്കെ എപ്പോഴുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട്, അത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ എന്തായാലും ഊരണം, ബിക്കോസ് ഹീലാണ് ഇട്ടിരിക്കുന്നത്. സോ നിഖിലെ നോക്കിട്ടോ. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നേ കയറ്റമൊക്കെ. ഒന്നാമത് ഞങ്ങൾ ഹീൽ ചെരുപ്പാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞൊരു വ്യൂ പോയിൻ്റ് ഇവിടെയാണ്. ഇവിടെ നിന്ന് നമുക്ക് അടിയിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് കാണാൻ പറ്റും. നമ്മൾ ആ റോട്ടിലാണ് നമ്മുടെ കാറ് സെറ്റാക്കിയിരിക്കുന്നത്. കാരണം ഈ നമ്മുടെ കാറ് മേലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. നമ്മളിവിടെ നിർത്തി മുത്തുവിന്റെ ചായ കണ്ടുപിടിയുണ്ട്. ഞാനും എൻ്റെ കാശ്മീർ മാച്ച് ഞാനും നിഖിലും മാച്ച് ഷോർട്സ് എടുക്കട്ടെ. ഇതിൻ്റെ ഇടയിൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കീത്തുവിനെ അട്ട കടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അട്ടശല്യം ഒരു ചെളി ഉണ്ടായിരുന്നു ഒരു സ്ഥലത്ത്, അവിടെ നിന്നായിരിക്കണം എന്നാണ് ഞങ്ങൾ ഊഹിക്കുന്നത്. ലഗിൻസിൻ്റെ ഉള്ളിൽ കയറി നിലയിലായിരുന്നു. നിഖിലിൻ്റെ കാലുമ്പോൾ ഇപ്പോഴും ബ്ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. മഴക്കാലത്ത് ഇതേപോലെ വെള്ളച്ചാട്ടം ഉണ്ടാകുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ ഒക്കെ ഫുള്ള് വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ചുകൊണ്ടിരിക്കും. ആ ഒരു പ്ലേസാണ് കേട്ടോ. പിന്നെ ഇതെന്ന് പറയണത് ഞങ്ങളുടെ ഗ്യാങ്ങാണ് ഗൈസ്. അതായത് ഓൾ ഞങ്ങൾക്കെല്ലാമായ ഞങ്ങളുടെ എല്ലാവർക്കും കൂടി ഒറ്റ ആത്മാവ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇവിടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു. ഇത് നമുക്ക് വേറെ സ്ഥലങ്ങളിലേക്ക് പോകാന്നുള്ളൊരു പ്ലാനിങ് ആണ്. അയ്യോ ഹോളിൽ ചവിട്ടാ തന്നെ, അങ്ങനെ ചവിട്ട്. എൻ്റെ ഭഗവതി, പിന്നൊന്നും പിടിച്ച് അഡ്വഞ്ചർ ട്രിപ്പ്. നമ്മള് ഇവിടുത്തെ ഇന്നത്തെ എല്ലാതും കഴിഞ്ഞിരിക്കുന്നു. അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഉറക്കങ്ങളും ഡാൻസുകളും പാട്ടുകളും എല്ലാം അട്ടക്കടിയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇന്ന് പോയ ഏറ്റവും നല്ല സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും ബോയ്സ് മാത്രം പോയ ഒരു അല്ലേ, എവിടെ നമ്മൾ പോയത് ഈ ഫോറസ്റ്റ് ഏരിയ ഫുള്ളൊക്കെ ആ ഏരിയ പോയി ഞങ്ങൾ മാനെ കണ്ട്. പിന്നെ കുറേയൊക്കെ ആനയുടെ പിണ്ടം കണ്ട്. ആനയ്ക്ക് ഉണ്ട് അവിടെ ആക്ച്വലി. പക്ഷെ നമുക്ക് കുറെ സമയം ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് പോയിട്ട് വരാം. പിന്നെ ഇവിടുത്തെ ടെന്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, ക്ലൈമറ്റ് സൂപ്പറാണ്. വന്നപ്പോ ഫാമിലി ആയിട്ട് വരുമ്പോ ടെന്റ് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയത്തില്ലായിരുന്നു. ഒരു ഭയങ്കര ടെൻഷനാണ്, കാരണം ആദ്യമായിട്ടാണല്ലോ. പക്ഷെ അങ്ങനെ ഒരു ടെൻഷനോ കാര്യങ്ങളൊന്നും അതിന്റെ ഉള്ളിൽ ചെന്നപ്പോ ഉണ്ടായിരുന്നില്ല. നോ പ്രോബ്ലം. ഇവരുടെ സർവീസ് അടിപൊളിയായിരുന്നു. മൂന്ന് പേര് എടുക്കുന്ന ചേട്ടനും നല്ല രീതിയിൽ സർവീസ് അടിപൊളിയായിരുന്നു. അത് നമുക്ക് ഇപ്പൊ കുട്ടികളെ കേസായാലും എല്ലാ A to Z എല്ലാ കാര്യത്തിലും അവള് ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു കേട്ടോ എല്ലാ കാര്യം. പിന്നെ ഇവിടുത്തെ രാത്രിക്കാലത്തെ നെയ്ച്ചോറ് രാവിലെ ഇഡ്ഡലി സാമ്പാർ ചട്നി ആയിരുന്നു, അതും നൈസായിരുന്നു. പ്രത്യേകിച്ച് നെയ്ച്ചോറ് സൂപ്പറായിരുന്നു. എന്താ അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. നമുക്ക് കുഴപ്പമൊന്നുമില്ല, ആർക്കും ആയാലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കപ്പിൾസിനൊക്കെ അതെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഇത്രയും പിള്ളേർ
പിള്ളേരൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ആയിട്ട് വന്നു ഇവിടെ enjoy പോലെ ആര് വരും അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങണ്. അപ്പൊ എല്ലാരും വീട്ടും ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറയുകയാണ് ഇവിടുത്തെ എല്ലാ സേവനത്തിനും. അപ്പൊ നമുക്ക് ഇറങ്ങിയിട്ട് അടുത്ത ലൊക്കേഷനിൽ വെച്ച് കാണാം. കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ താഴെ കൊടുക്കുന്നത്. അതെ, ഇൻസ്റ്റാഗ്രാം പേജ് വൺ ടൈം എങ്കിലും നിങ്ങൾ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് അറ്റൻഡ് ചെയ്യണം. അതൊരു മസ്റ്റ് ട്രൈ ആണ് അല്ലേ? ഗൈസ്, ഞങ്ങൾ ഇനി പോകാൻ പോണത് കീർത്തുവിന് ഒരുപാട് നാളത്തെ ആഗ്രഹമുള്ളൊരു സ്ഥലത്തേക്കാണ്. നമ്മുടെ മുന്തിരിപ്പാടം, മുന്തിരിത്തോപ്പുകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ പോണത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകുന്നേക്കാളും സ്റ്റേ ചെയ്യുന്നേക്കാളും ഇഷ്ടം ഞങ്ങൾക്ക് ഞങ്ങളുടെ കാറിൽ തന്നെ ഇരിക്കാനാണ് കേട്ടോ. കാറിലിരിക്കുക, കാണുന്ന കടകളിൽ നിന്നൊക്കെ ഓരോരോ സാധനങ്ങൾ മേടിച്ച് തിന്നുക, പാട്ടുപാടുക, ചില്ലടിക്കുക, ഇതാണ് ഞങ്ങളുടെ മെയിൻ ഇഷ്ടമുള്ള കലാപരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും അറിയാം, ഈ മുന്തിരിത്തോട്ടമൊക്കെ ഉള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പത്താണ്, കമ്പം തേനി. അപ്പം ഞങ്ങൾ തേനിയും കൂടെ പിടിക്കാമെന്ന് വെച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ കമ്പത്ത് മാത്രം പോയുള്ളൂ. എന്തൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വഴികളാണ് ഗൈസ്. നമുക്ക് എന്താ പറയുക, നമ്മളീ ഒരു ശരിക്കും പറഞ്ഞ ഒരു സിറ്റി ഇടയിലല്ലേ നമ്മൾ, ഇത്രയും മലനിരക്കും പാടങ്ങളൊക്കെ കാണുമ്പോൾ അടിപൊളിയാണ്. അപ്പം തമിഴ്നാട് പ്രോപ്പറായിട്ട് എത്തിയപ്പോൾ നമുക്ക് കുറേ പാടങ്ങളും കുറേ തെങ്ങുകളും നൈസ് ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യം എൻ്റെ വിചാരം കേരളത്തിൽ മാത്രമാണ്, എൻ്റെ ഒരു മണ്ടത്തരം വിചാരമാണ് കേട്ടോ, കേരളത്തിൽ മാത്രമാണ് കുറേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എനിക്ക് മനസ്സിലായി തമിഴ്നാട്ടിൽ നിന്നും കുറേ കൃഷി സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ കിടക്കുന്നുണ്ടല്ലോ. ഭക്ഷണമൊക്കെ കഴിച്ചു. ഒരുപാട് നാളത്തെ ഗീത്തുവിന്റെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി നമ്മൾ പോവുകയാണ്. എവിടേക്കാണ് ഗീത്തു? മുന്തിരിത്തോട്ടത്തിലേക്ക്. പൂത്തു നിക്കണ മുറ്റത്ത് കൊണ്ടുപോവാ. ഓ മൈ ഗോഡ്, നിറച്ചു മുന്തിരി. എടാ, നമുക്കിവിടെ ഇറങ്ങാൻ പറ്റുമോ? ഐ ഡോണ്ട് തിങ്ക് സോ. ഗൈസ്, അപ്പം നമ്മളിത് മുന്തിരിപ്പാടം കാണാൻ വേണ്ടിയിട്ട് തിരിക്കുകയാണ്. ഗൈസ്, ഇവിടെ ബാക്കിൽ ഫുള്ള് ഇങ്ങനെ മലകളാണ്, കുറേ മലകളുണ്ട്. എല്ലാരും ഉണ്ട്. അതിങ്ങനെ പൊട്ടിച്ചൊരു കൊല പിടിച്ച് 5-6 സ്റ്റാറ്റസ് ഫോട്ടോ. നിറച്ച് മുന്തിരിക. ഗൈസ്, ഇവിടെ എത്തിയപ്പോഴേ ഭയങ്കര സന്തോഷേ. എന്നോട് ഗീത ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇവിടെ വന്നിട്ട് ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഇടയിലൊക്കെ നിന്ന് വീഡിയോ പിടിക്കണം. ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് വേറെ കുറേ പിള്ളേർ അവിടെ അടിപൊളിയായിട്ട് ഡാൻസിൻ്റെ റീലൊക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങൾ സിംഗിൾസ് ആയിരുന്നെങ്കിൽ ഞങ്ങളും അങ്ങനെ എടുത്തന്നെ കേട്ടോ. പിള്ളേരാണെങ്കിൽ ഇത് കയറി പൊട്ടിക്കാനൊക്കെ നോക്കുന്നത്. കുറേ കഴിഞ്ഞപ്പോൾ കല്ലെടുത്ത് എറിയാൻ തുടങ്ങിയവർ. താഴത്തുനിന്ന് കല്ലെടുത്തിട്ട് മേലിലുള്ള മുന്തിരി എറിഞ്ഞ് വീഴ്ത്താൻ തുടങ്ങി. അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഇത് പൊട്ടിക്കരുത് എന്നുള്ളത്. പക്ഷെ ഞങ്ങൾ നൈസായിട്ട് അതിൻ്റെ ഇടയിൽ ഓരോന്നോരോന്നോരോ ടേസ്റ്റ് ചെയ്യാൻ നോക്കി കേട്ടോ. ഇവിടെ തന്നെ നമുക്ക് മുന്തിരി, വൈന്, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഇവിടെ തന്നെ കിട്ടും. ഞാൻ തോളി കഴിയിട്ടു.
അത് എന്താണ് പറയാനുള്ളത് നമ്മുടെ പച്ചമുന്തിരി കണ്ടിട്ട്? സൂപ്പർ ഡി. പക്ഷെ നല്ലോണം വിഷമൊക്കെ ഉണ്ടാവും അല്ലേ? അതെ, നിതീഷ് തുടച്ചു പിടിച്ച് തിന്നിട്ടുണ്ടായിരുന്നു. പൊട്ടിച്ചതാ വാങ്ങിച്ചതാ? ആ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു മേടിച്ച്. മുന്തിരി തരും. നമ്മളിപ്പോ നല്ല രീതിയിൽ മുന്തിരിക്കൊലകൾ ആസ്വദിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഓപ്പോസിറ്റ് ഉള്ള ഒരു സെയിം മുന്തിരിപ്പാട് തന്നെയല്ലേ ഏട്ടാ? പക്ഷെ ഇവിടെ കുറച്ചും കൂടെ ക്രൗഡ് ഉണ്ട്. അതെ, എന്താന്ന് നമുക്ക് നോക്കാം. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ സിപ്ലയും കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ സാധനങ്ങളുണ്ട്. അതാണ് സംഭവം. നമുക്കപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ വേറൊരു മുന്തിരിയുടെ ഫാം ഉണ്ട് കേട്ടോ. അവിടേക്ക് ചെന്നപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ റൈഡ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എൻട്രിക്ക് വേണ്ടിയിട്ട് 50 റുപ്പീസ് എൻട്രി ഫീസും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് വലിയ ഡിഫറൻസ് തോന്നില്ല അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്. കാരണം ഇവിടെ കുറച്ച് റൈഡ് ഇങ്ങനെ ഉണ്ട്. മുന്തിരിക്കൊലകളൊക്കെ അവിടെ കാണാൻ കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഉള്ള നാട്ടുകാർക്ക് കുറച്ച് വെറൈറ്റി നോക്കണമല്ലോ. ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മുന്തിരിക്കൊലകൾ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊതിയായിട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ 1 kg ₹60 കൊടുക്കുന്ന ഒരു പ്ലേസ് കണ്ടു. ഓരോ സ്ഥലത്തും 70 റുപ്പീസ് 80 റുപ്പീസ് അങ്ങനെയാണ് കണ്ടത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മുന്തിരി ടെസ്റ്റ് ചെയ്യാൻ തന്നു. പക്ഷെ ഭയങ്കര നല്ല മധുരമുള്ള മുന്തിരികളാണ്. നല്ല ചക്കച്ചോള പോലെ ഇരിക്കുന്ന മുന്തിരികളാണ്. നമ്മുടെ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇവിടുത്തെ കുറച്ച് വീടുകളിൽ, അതായത് എടുത്തെല്ലാം നമ്മൾ യാത്രാ മധ്യേ റിപ്പീറ്റായിട്ട് കാണുന്ന ചില വീടുകളുണ്ടാവുമല്ലോ, നമ്മൾ സ്ഥിരം പോകുന്ന റൂട്ടിൽ. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ ഞാനിങ്ങനെ മുന്തിരി കുലച്ച് നിൽക്കണ കണ്ടിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഈ ക്ലൈമറ്റിനോടും എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെ 2 പെട്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഒരെണ്ണം ചിക്കൂസിൻ്റെ അടുത്തേക്കും ഒരെണ്ണം നമ്മളോടേക്കും വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ പിള്ളേർ ഭയങ്കര മുന്തിരി കൊതിയന്മാരാണ്. ഇവിടുന്ന് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് വിടണം കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറിലുള്ള യാത്ര എൻ്റെ പൊന്നി, ഞങ്ങളെ വീടെത്തുമ്പോഴത്തേക്കും ഞങ്ങളുടെ തൊണ്ടയിൽ വെള്ളം വരിച്ചിട്ടുണ്ടാവും. കാരണം ചവറ് പോലെ വായ തോന്നി പാട്ടുള്ള ഉറക്കെ പാടും. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളല്ല അഡ്ജസ്റ്റഡ് ആവുന്നത്, കുട്ടികളാണ് ഞങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റഡ് ആവുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ ഞങ്ങളുടെ കൂടെ പോരുന്നു. ഇഷ്ടമുള്ള ക്ലൈമറ്റിനനുസരിച്ച് അവർ മാറുന്നു. എല്ലാത്തിലും അഡ്ജസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നു. സോ അവരാണ് ശരിക്കും മാറുന്നത് കേട്ടോ. അവരാണ് ശരിക്കും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ണാലെ കാണാതെ ഉള്ളാലെ കണ്ടിടും വിശ്വാസക്കാവൽ തേടാതെ ആരായ തുഞ്ചത്തെ നേരേതോ പൊയ്യേതോ ഏതേനും ഓർക്കാതെ നീ നിന്നിൽ തന്നെ